ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ്. രാത്രി മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും ഇനി മഴ പെയ്യുമെന്ന് അറിയില്ല കേട്ടോ. എന്നാൽ സ്കൂൾ തുറക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് തിക്കും തിരക്കുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതാ കുട്ടികൾക്ക് കുളിക്കാനായിട്ട് വെള്ളം വെച്ചു. അവർ ട്യൂഷന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നേരെ സ്കൂളിലേക്കേ പോവുള്ളൂ. പിന്നെ പൊന്നൂസിനായിട്ട് എനിക്ക് സ്കൂളിൽ പോകണം. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ്. കറിയായിട്ട് ഉണ്ടാക്കിയത് മുട്ടക്കറി. അപ്പോൾ ഇന്ന് കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കണ്ണന് ട്യൂഷന് പോകാൻ സമയമായി തുടങ്ങി. അപ്പോൾ അവന് വേഗം ഉണ്ടാക്കി കൊടുത്തതാണ്. ഗോതമ്പ് പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ഇനി കുറച്ച് അരിപ്പൊടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ലേശം നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് വേഗം കഴിക്കാനായിട്ട് കൊടുക്കട്ടെ. കണ്ണമോന് കഴിക്കാനായിട്ട് കൊടുത്തു. ഇപ്പോൾ കിച്ചുമോൻ്റെ കൈയിൻ്റെ മുകളിൽ ഇപ്പോഴും ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവന് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ കണ്ണൻ വേഗം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് വേണം അവന് പോകാനായിട്ട്. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും ട്യൂഷൻ തുടങ്ങും. അപ്പോൾ അവിടെ നിന്ന് ഒരു 7:20 ഇറങ്ങണം. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോഴാണ് കേട്ടോ അനിയത്തിയും കുട്ടികളും വരണത്. ഞാൻ ട്യൂഷന് പോകാൻ റെഡിയായി. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകൾ വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നലെ രാത്രി നല്ല ഇടിവെട്ട് മഴയായിരുന്നേ. പോസ്റ്റ് മറിയൊക്കെ ചെയ്തു. അപ്പോൾ വീടിൻ്റെ അവിടെ കറണ്ടില്ല. അപ്പോൾ ടാങ്കിലൊരു തുള്ളി വെള്ളമില്ല കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അത് കാരണം അനിയത്തിയും കുട്ടികളും കൂടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കുളിച്ചിട്ട് വേഗം പോവാമല്ലോ. അപ്പോൾ ഞാൻ വേഗം കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ തലേ ദിവസം തന്നെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയിരുന്നായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയായിട്ടാണ് കുട്ടികൾ കഴിക്കണത്. പിന്നെ കുറച്ച് നൂൽപുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ചപ്പാത്തിയാണ് കഴിച്ചത്. അപ്പോഴേക്കും അനിയത്തി ഇതാ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു. അതിനുശേഷം അമ്മിണിക്കുട്ടീനെ ഒരുക്കുകയാണ്. ഇന്ന് സ്കൂളിലത്തെ ആദ്യത്തെ ദിവസമല്ലേ. അപ്പോഴേക്കും അനിയത്തി ഫുഡൊക്കെ കഴിച്ചു. കുട്ടികളൊക്കെ ഇതാ ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ എടുത്തു റെഡി ആയിട്ടോ. അപ്പോൾ ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടനോട് പറയാനായിട്ട് പോവുകയാണ് കേട്ടോ അവർ. അമ്മിണിക്കുട്ടിയും കുഞ്ഞിപ്പെണ്ണും നല്ല സുന്ദരിമണികളായിട്ട് പോവുകയാണ്. ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മിണിക്കുട്ടിയും കുഞ്ഞിനൊക്കെ പോവുക കേട്ടോ സ്കൂളിലേക്ക് നല്ല സുന്ദരിമണികളായിട്ട്. അപ്പോൾ എൻ്റെ കുട്ടി ടാറ്റൊക്കെ തന്നിട്ടാട്ടോ പോകണത്. ഇനി എന്നാ വരികയെന്നറിയില്ല. പിന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ചു. അരിയൊക്കെ അടുപ്പത്തിട്ടു. കറിയായിട്ട് ഇന്ന് വെക്കുന്നത് രസമാണ്. പിന്നെ മത്തങ്ങയും പയറും ഓലം വെക്കുന്നുണ്ട്. കാബേജ് ഉപ്പേരി ഉണ്ട്. അപ്പോൾ അത് ആ പയർ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നുറുക്കിയെടുത്തിട്ടുള്ള മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ പൊന്നൂസിന് ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറി അവൾക്ക് വേണ്ട കേട്ടോ. ഇത് മാത്രം മതി അവൾക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ അവൾക്കായിട്ടാട്ടോ ഇത് ഉണ്ടാക്കണത്. തെങ്ങും പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വയ്ക്കാം. കാബേജ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നാം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം സബോളയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബോള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ കാബേജ് അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കാബേജ് വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നിങ്ങനെ മൂടി വെച്ചു. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. പിന്നെ ഞാനും പൊന്നൂസും കിച്ചുമോനും കൂടി ഇഞ്ചക്ഷൻ വയ്ക്കാനായിട്ട് പോയി. അതിനുശേഷം പിന്നെ സ്കൂളിലേക്ക് പോവുക ചെയ്തത്. പൊന്നൂസിനും കിച്ചൂസിനൊക്കെ ഇഞ്ചക്ഷനൊക്കെ വെച്ചു. കരച്ചിലൊക്കെ കഴിഞ്ഞു. ക്യാനിലൊക്കെ ഊരിട്ടോ. ഇനി ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണേ. ഇവിടെ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇതാ രസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഞ്ചിമ്പുളി ഉണ്ട്. ഇത് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചതാണ് അനിയത്തിയുടെ അടുത്ത്. പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ട്, ഓലനുണ്ട്, ചോറുണ്ട്. അപ്പോൾ ഇതാ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു. ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഏട്ടൻ ഇന്ന് പുറത്താണേ വർക്ക്. അപ്പോൾ ഏട്ടൻ ഊണ് കഴിക്കാനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഏട്ടൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതാ ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പൊന്നൂസിൻ്റെ പുതിയ ക്ലാസ്സും കൂട്ടുകാരൊക്കെ പഴയ കൂട്ടുകാർ തന്നെയാണ് കേട്ടോ. ആരും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ടു. പിന്നെ കിച്ചുമോൻ്റെ ക്ലാസ്സിലേക്കൊന്ന് പോയി. കണ്ണൻ്റെ ക്ലാസ്സിലേക്ക് പോകുമ്പോഴേക്കും ബെല്ലടിച്ചു. ഞങ്ങൾ ഇഞ്ചക്ഷൻ വെച്ച് വരുമ്പോൾ കുറച്ച് സമയം വൈകിയായിരുന്നു ക്ലാസ്സിലേക്ക് എത്താനായിട്ട്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. സിസ്റ്റർ വരാൻ നേരം വൈകിയ കാരണം അപ്പോൾ കണ്ണൻ്റെ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. 10ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ കണ്ണനെ ക്ലാസ് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സുകളൊക്കെ വേറെ വേറെ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇനി വേറൊരു ദിവസം പോകണം. അപ്പോൾ കിച്ചുമോനെ കണ്ടു. പഴയ ക്ലാസ് തന്നെയാണ്. ടീച്ചറും മാറ്റമൊന്നുമില്ല. മാഷ് തന്നെയാണ്. അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നോക്കുക കേട്ടോ കുട്ടികളോട് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരത്ത് കുട്ടികൾ ചായയൊക്കെ കുടിച്ചു. കഴിക്കാനായിട്ട് മേടിച്ചത് ഉള്ളിവട ഉണ്ട്, പരിപ്പ് വട, പഴംപൊരി. ഇത് ഇവർക്ക് മാത്രം കഴിക്കാനല്ല, വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നവർക്കും കഴിക്കാനാണ്. അപ്പോൾ പൊന്നൂസൊക്കെ ഓരോന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് ഞങ്ങളിതാ ഊണൊക്കെ കഴിച്ചു.
ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു വൈകുന്നേരത്തും ഉണ്ടായിരുന്നത്. മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ മീൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വറുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഊണൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.